നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂന്തൽ തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചൂടായി വരുമ്പോൾ 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 6 വെളുത്തുള്ളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, അതുപോലെ ഒരു 10 ചെറിയ ഉള്ളി, ഒരു ചെറിയ സവാളയും കൂടെ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് അതിൻ്റെ കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. സോഫ്റ്റായ ഉള്ളിലോട്ട് 250 ഗ്രാം കൂന്തൽ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂടെ തന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല വേവിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം ഒന്ന് ഇറങ്ങി വരും. അപ്പോൾ അതിൽ നിന്ന് ഇതുപോലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു അടച്ച് വെച്ചൊരു 4-5 മിനിറ്റ് വേവിച്ചെടുക്കാം. കൂടുതൽ ടൈം വേവിക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ ടൈം ഇത് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര റബ്ബറി ആയി മാറും. അപ്പോൾ ഇത് വേകുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ളൊരു അരപ്പ് റെഡിയാക്കണം. അതിനായിട്ട് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളിയും 1 ടീസ്പൂൺ വലിയ ജീരകവും കൂടെ ചേർത്ത് ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 4 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂന്തൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ച അരപ്പ് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് 1 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തി ഒന്ന് അമർത്തി കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. 1 മിനിറ്റോളം ഇത് കുക്ക് ചെയ്തെടുത്താൽ മതി. കൂടുതൽ ടൈം വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇതുവരെ ട്രൈ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ഒന്ന് ചെയ്തേക്കണേ.